നമോ ഭഗവതേ വാസുദേവായ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മരുതൻകുഴി കേശവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 2025 ഏപ്രിൽ 5 മുതൽ 13 വരെ നടക്കുകയുണ്ടായി. തുടർച്ചയായി 18ാം തവണയും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭാഗവത കഥാകോകിലം ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി യജ്ഞാചാര്യനായിട്ടാണ് നടത്തുന്നത്. ഇക്കൊല്ലത്തെ ഭാഗവത പ്രഭാഷണ കർമ്മം നടത്തുന്നത് പുതിയിൽ ഇല്ലം ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. ഭാഗവത സ്വാധ്യായ സമിതിയുടെയും കേശവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഭാഗവത സപ്താഹം ഇവിടെ നടത്തപ്പെടുന്നത്. യജ്ഞശാലയിൽ ഭാഗവത പാരായണം ഇങ്ങനെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. 1-ാം ദിവസം സൂത ശൗന സംവാദം, ഭീഷ്മസ്തുതി, പരീക്ഷിത്തിൻ്റെ ജനനം, പാണ്ഡവ സ്വർഗാരോഹണം, ശ്രീശുകാഗമനം, ചതുശ്ലോകി ഭാഗവതം, വരാഹാവതാരം. 2-ാം ദിവസം കപിലാവതാരം, കപിലോപദേശം, ദക്ഷയാഗം, ധ്രുവചരിതം, ഭൃഗുചരിതം, പുരഞ്ജനോപാഖ്യാനം, ഋഷഭാവതാരം. 3-ാം ദിവസം ഭരത രഘുഗുണ സംവാദം, ഭൂഗോള വർണ്ണന, അജാമിളോപാഖ്യാനം, വൃത്രാസുരവധം, നരസിംഹാവതാരം, പ്രഹ്ലാദസ്തുതി. 4-ാം ദിവസം ഗജേന്ദ്രമോക്ഷം, കൂർമാവതാരം, പാലാഴി മദനം, വാമനാവതാരം, മത്സ്യാവതാരം, ശ്രീരാമാവതാരം, പരശുരാമാവതാരം. 5-ാം ദിവസം ബലഭദ്രാവതാരം, ശ്രീകൃഷ്ണാവതാരം, ബാലലീല, ഗോവിന്ദാഭിഷേകം, രാസക്രീഡ, കംസവധം. 6-ാം ദിവസം രുക്മിണി സ്വയംവരം, രാജസൂയം, കുചേലോപാഖ്യാനം. 7-ാം ദിവസം സന്താന ഗോപാലം, ഉദ്ധവോപദേശം, ഉദ്ധവ ബദരി യാത്ര, സ്വർഗാരോഹണം, കൽക്കി അവതാരം, മാർക്കണ്ഡേയ പുരാണം, അപവ്രത സ്നാനം, സന്താന ഗോപാല പൂജ. ഇത്രയും ഭാഗങ്ങളാണ് 7 ദിവസം കൊണ്ട് പാരായണത്തിന് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ 1-ാം ദിവസത്തിൽ യജ്ഞശാലയിൽ നടന്ന പാരായണത്തിൻ്റെയും തുടർന്ന് ഭോജനശാലയിൽ നടന്ന പ്രസാദകൂട്ടിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ ഭക്തിപുരസ്സരം പവനപുരേശൻ്റെ തൃപ്പാദാര വൃന്ദങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. ഇവിടെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഭഗവത് കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കുന്നിൻ്റെ മുകളിൽ നിന്നുള്ളതായ വെള്ളച്ചാട്ടം താഴേക്ക് ഇങ്ങനെ പതിക്കുമ്പോൾ അതിനെ ചെറിയ ചെറിയ തടസ്സങ്ങൾ കൊണ്ട് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ടത് എങ്ങനെയാണോ താഴേക്ക് അനർഗള പ്രവാഹമായിട്ട് ഒഴുകുന്നത്, അതേപോലെ ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ വിഷമങ്ങൾ അതൊക്കെ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ തട്ടിമാറ്റിയിട്ട് ഇതാ ഈ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ളതായ ആ ഒരു ഭക്തിഭാവത്തെ ഇതാ അടിയന് തരണേന്ന് കുന്തിദേവി ഇതാ നന്നായിട്ട് ഭഗവാനോട് അപേക്ഷിച്ചു. എന്താ ഗോദ്വിജ സുരാതിഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. അഖില ഗുരുവായിട്ടുള്ളതായ യോഗേശ്വരനായിട്ടുള്ളതായ ഹേ കൃഷ്ണ, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ കുന്തിദേവി വീണ്ടും നമസ്കരിച്ചു. അങ്ങനെയുള്ള കുന്തിദേവിയെ ഭഗവാൻ ഇതാ മന്ദം ജഹാസ തൻ്റെ ആ ഒരു പുഞ്ചിരി കുന്തിദേവിയിലേക്ക് പതിപ്പിച്ചുകൊണ്ട് അവളെ മോഹിപ്പിച്ചു. ആ മായയിൽ നിന്ന് മുക്തയാക്കി തീർത്തു. അങ്ങനെയുള്ള കുന്തിദേവിയെ സമാധാനിപ്പിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നിട്ട് മോശമായ അധർമ്മമായ പ്രവൃത്തികളാണ് ഉള്ളത്. മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞിട്ട് അനേകം ആൾക്കാരെ ഇല്ലാതാക്കി. അങ്ങനെയുള്ള ഭർത്താവ് മരിച്ചതായ സ്ത്രീകൾ, അച്ഛൻ നഷ്ടപ്പെട്ടതായ കുട്ടികൾ, അതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് തൻ്റെ അച്ഛൻ മരിച്ചത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്
ആയതിന്റെ ഈ മോശമായ പ്രവൃത്തി ചെയ്തതായ തനിക്ക് ഈ രാജസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ മനസ്സിന് തീരെ സമാധാനമില്ല എന്ന് ധർമ്മപുത്രൻ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞത് കാര്യം ചെയ്യാം, അശ്വമേധയാഗം ചെയ്തോളൂ. അപ്പൊ ധർമ്മപുത്രൻ പറഞ്ഞു മനസ്സമാധാനമില്ല, ഇനി അശ്വമേധയെ വേണ്ടാന്ന് ധർമ്മപുത്രരെ ഒരു കുട്ടി മദ്യം സേവിച്ചതായ ഒരുവന്റെ മദ്യലഹരി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവനെ ആരാണെന്നത്. അതുകൊണ്ട് ഇവന് ഞാൻ പറഞ്ഞ സമാധാനാവില്ല. അതുകൊണ്ട് ഭീഷ്മ പിതാമഹനാണ് എന്നെ ശരശയ്യ. പക്ഷേ ശാരീരികമായിട്ട് തളർന്നിട്ടാണത് അല്ലെ, ശരീരം കൊണ്ട് അവിടെ നിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റില്ല. പക്ഷെ മാനസികമായിട്ട് തളർന്നിട്ടില്ല ആര്? ഭീഷ്മ പിതാമഹര്. അത് ഞാൻ ഇങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പോലെ തന്നെ വേഗം ഭഗവാനെ വേഗം പോയി എഴുന്നേറ്റ് കാല് കഴുകിച്ച് പൂജിച്ച് പാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ വേണ്ടി, പക്ഷെ ശാരീരികമായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഭീഷ്മക്ക് ഒരു നല്ല കാര്യം തോന്നി, മനസ്സുകൊണ്ട് ഭഗവാനെ പൂജിക്കാം. ഹൃദയസ്ഥം പൂജയാമാസ മായയോപാത്ത വിഗ്രഹം. ഹൃദയം കൊണ്ട് ഭഗവാനെ പൂജിച്ചു. ഹൃദയം കൊണ്ട് എങ്ങനെയാ പൂജിക്കാം? ആ കിടന്ന കിടപ്പിൽ നിന്ന് എന്ത് ചെയ്തു? മനസ്സുകൊണ്ട് വേഗം ഭഗവാന്റെ അടുത്ത് പോയി പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കാല് കഴുകിച്ച് ആ ഭഗവാനെ വേഗം കൈപിടിച്ച് അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് നല്ലൊരു ആസനം കൊടുത്ത് അതിലിരുത്തിയിട്ട് ഭഗവാന് പലതരത്തിലുള്ളതായ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്ത് ഒരു മാലയൊക്കെ അണിയിച്ചു കൊടുത്ത് ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അങ്ങനെ മാനസികമായ പൂജ ഹൃദയം കൊണ്ട് പൂജ ചെയ്തു ഭീഷ്മ പിതാമഹൻ. ശ്രദ്ധിക്കുക, പൂജകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് മാനസ പൂജ. അത് ചെയ്യാൻ ശാരീരികമായ കുറച്ച് മനസ്ഥിതി ഒക്കെ വേണ്ടൂ. മറ്റ് പണം വേണ്ട, മറ്റുള്ള സാധന സാമഗ്രികളൊന്നും വേണ്ട. മറ്റുള്ള പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെലവുകളുണ്ട്. എന്നാൽ മാനസ പൂജയ്ക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ മനസ്സുണ്ടായാൽ മതി. മനസ്സുകൊണ്ട് അതാണ് പൂജകളിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമം, ശ്രേഷ്ഠം എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ കലിയുഗത്തിൽ അവനവന് വേണ്ടിയിട്ട് അവനവൻ ഒന്നും ചെയ്യാത്തതായ ഒരു കാലഘട്ടമാണ് ഈ കലിയുഗം അല്ലെ. നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവര് പൂജയോ ഹോമോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഒരു ദിവസത്തെ അന്നദാനം വേണമെങ്കിലും ഞാൻ കൊടുക്കാം. പക്ഷേ അവിടെ പോയി ഇരുന്ന് അത് പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള സാവകാശമില്ല നമുക്ക്. ആ ഫലം, പൂജ ചെയ്തതിൻ്റെ ഫലം പാഴ്സലായിട്ട് ഇങ്ങോട്ട് അയച്ചാൽ മതി എന്നാണ് നമ്മുടെ ഭാവം. അപ്പോൾ അങ്ങനെയുള്ള ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. ഭീഷ്മ പിതാമഹനിൽ കൂടിയിട്ട് മാനസികമായ പൂജയാണ് ഏറ്റവും ശ്രേഷ്ഠം. മനസ്സുകൊണ്ട് ഇതേവരെ ദുഃഖം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം എന്താണ്? സകല ആൾക്കാരുടെയും ദുഃഖത്തെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ളതായ ഭഗവാൻ നിങ്ങളുടെ കൂട്ടവൻ തന്നെ ഊണലും ഉറക്കലും പാർത്ഥസാരഥിയായിട്ടും അങ്ങനെ ഈ സന്തത സഹചാരിയായിട്ട് ഉണ്ടാവുമ്പോൾ പാണ്ഡവന്മാരെ നിങ്ങൾക്ക് ദുഃഖം വരാൻ വേണ്ടിയിട്ട് പാടുണ്ടോ? പാണ്ഡവന്മാർ പറഞ്ഞു ശരിയാണ്. ഭാഗവതം കേൾക്കാറുണ്ട്, ഭാഗവതം വായിക്കാറുണ്ട്, നാരായണീയം പോകും എന്ന് പറയുന്നത് ഗംഭീരാണ്. എന്നിട്ടും നിങ്ങൾക്കിത് വരാൻ പാടുണ്ടോ എന്ന് ചില ആൾക്കാർ നമ്മളോട് ഈ വർണ്ണത്തിൽ കുത്തി നോവിക്കുന്നത് പോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു ശരിയാണ്. എന്നാൽ ആ ഒരു ഭാവത്തിലാണോ ഇവിടെ ഭീഷ്മപിതാമഹൻ പറഞ്ഞത്? അല്ല. കാരണം ഭീഷ്മപിതാമഹൻ പറഞ്ഞു സർവം കാലകൃതം തന്നെ. പാണ്ഡവന്മാരെ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കാലത്തിന്റെ ഓരോ കളിയാണ്. കാരണം ഓരോരുത്തരും ഇവിടെ ഭൂമിയിൽ ജന്മം എടുക്കുമ്പോൾ ഇന്നത് അനുഭവിക്കണമെന്ന് തലയിൽ എഴുതില്ല. അത് വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അത് അനുഭവിച്ചേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അനുഭവിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഈശ്വരനെ ഭജിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. എന്നാൽ ഓർമ്മിക്കുക, നമ്മൾ ഈശ്വരഭജനത്തിന്റെ ആവശ്യകത മല പോലെ വരേണ്ടത് എലി പോലെ വന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. വലിയൊരു ആപത്ത്, വലിയൊരു ദുഃഖം അല്ലേ, ചെറിയൊരു പാമ്പ് കടിക്കേണ്ടത് ചെറിയൊരു മുള്ളു തറച്ചിട്ട് പോകാന്നൊക്കെ പറയുന്നില്ലേ, അതാണ് തീവ്രമായ അല്ലെ ദുഃഖത്തിന്റെ തീവ്രതയെ കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും
ഈശ്വര ഭജനത്തിന്, ഈശ്വര ചിന്ത കൊണ്ട് ചുറ്റും ഭഗവാൻ ഇതാ ഭീഷ്മപിതാമഹന്റെ അടുത്ത് കൂടി. അങ്ങനെയുള്ള ഭീഷ്മപിതാമഹന് എന്താ ഇങ്ങനെ ഈ ശരശയിൽ കിടക്കാൻ വേണ്ടിയിട്ട് കാരണം? ഭീഷ്മപിതാമഹർക്ക് മാത്രമുള്ളതായ ഒരു പ്രത്യേകതയാണ് സ്വച്ഛന്ത മൃത്യു. എപ്പോഴാണോ മരിക്കണമെന്ന് തോന്നുക അപ്പോഴ് മാത്രം മരിക്കാനുള്ള ഒരു വരം തൻ്റെ അച്ഛനായ ശന്തനു മഹാരാജാവിൽ നിന്ന് വരമായിട്ട് കിട്ടിയതാണ്. ഇപ്പൊ തന്നെ മരിക്കണം തോന്നുന്നുണ്ടോ? മരിക്കണം ഒരു ഉണ്ണിയുണ്ടായി ഈ ആഗ്രഹങ്ങൾ നമുക്ക് തീരില്ല. അപ്പോ ഏതായാലും ഇവിടെ ഭീഷ്മപിതാമഹർക്ക് അങ്ങനെയുള്ള സ്വച്ഛന്ത മൃത്യു എന്നുള്ളതായ ഒരു വരം ലഭിച്ചത് കൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു നല്ലൊരു സമയത്ത് മരിക്കാം. ഏതാ ഘട്ടമാണ് ഇത് ദക്ഷിണായനം. അപ്പൊ ഇപ്പോഴേതാ മാസം? കാലം എന്ന് പറയുമ്പോൾ മീനമാസം ഉത്തരായണ കാലമാണ്. അപ്പോഴാണ് ചില ആൾക്കാർ വിചാരിക്കുന്നത് ഏതായാലും ഇന്ന് സപ്താഹത്തിന് വന്നത് നന്നായി അല്ലേ, നല്ല സമയമാണ് എന്തിന് മരിക്കാൻ. ഇത് കേട്ടിട്ട് നേരെ പോയിട്ട് അപകടം കാണിക്കരുത് അല്ലേ. നമ്മൾ അറിയാതെ കണ്ട് മരിച്ചാലാണ് നല്ല മരണം. ഉത്തരായണ കാലത്ത് നമ്മൾ അറിയാതെ കണ്ട് മരിച്ചു എന്നുണ്ടെങ്കിൽ ഭഗവാനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ഉത്തരായണ കാലത്ത്. ഏതായാലും അങ്ങനെയുള്ള ഉത്തരായണ കാലം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭീഷ്മപിതാമഹരെ ഈ ശരശയിൽപ്പെടുന്നത്. അങ്ങനെയുള്ള പാണ്ഡവന്മാർ ചുറ്റും കൂടിയപ്പോൾ ആ പാണ്ഡവന്മാർക്ക് അനേകം ഉപദേശങ്ങൾ ചെയ്തു. അതിലൊരു ഉപദേശമാണ് ഭഗവാന്റെ 1000 നാമങ്ങൾ ഉപദേശിച്ചു. വിഷ്ണു സഹസ്രനാമം എന്ന് പറയും. വിഷ്ണു വഷത്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭോ ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന തുടങ്ങിയതായ ഭഗവാന്റെ 1000 നാമങ്ങൾ. ആ മഹാവിഷ്ണുവിന്റെ ഭഗവാന്റെ ആ ഒരു നാമം ഒന്ന് സ്മരിച്ചാൽ തന്നെ സംസാര ബന്ധന ഈ നമ്മുടെ ഈ ജന്മം എടുക്കുന്നതായ നമ്മുടെ ഈ സംസാര ബന്ധങ്ങൾ അനേകം അല്ലെ പാപങ്ങള് ഈ സംസാര ബന്ധം പോലെ പോലും മുറിച്ചു കളയാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഭഗവാന്റെ നാമങ്ങൾക്ക്. അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ 1000 നാമങ്ങളാണ് വിഷ്ണു സഹസ്രനാമമായിട്ട് പരിഗണിച്ചത്. അത് യുദ്ധകളത്തിൽ വെച്ചിട്ട് ഭീഷ്മപിതാമഹൻ ഇതാ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുത്തു. വേണ്ടതിലധികം ലഭിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മിക്കാം, ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാക്കാനുള്ളതായ ഏകമായ ഒരു പോംവഴി എന്താണ്? ഭഗവാന്റെ നാമം കേൾക്കുക, അത് ജപിക്കുക. അതുകൊണ്ട് മാത്രമേ ഈ കലിയുഗത്തിൽ മനസ്സമാധാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സമാധാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഭീഷ്മപിതാമഹര് അനേകം ധർമ്മങ്ങൾ ഉപദേശിച്ചു. ധർമ്മപുത്ര മഹാരാജാവിന്, പാണ്ഡവന്മാർക്ക്, ധർമ്മപുത്രാദികൾക്ക് ഭീഷ്മപിതാമഹര് ശരശയിൽ കിടന്നുകൊണ്ട് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ മനസ്സമാധാനം വേണ്ട, ഭഗവാനെ ഒന്ന് സ്തുതിക്കണം എന്ന് തോന്നി. അങ്ങനെയുള്ള ശരശയിൽ കിടന്നുകൊണ്ട് സ്തുതിച്ചതായ സ്തുതിയാണ്, അതിഗംഭീരമായ സ്തുതിയാണ് ഭീഷ്മസ്തുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിമതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭുംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി ഭവപ്രവാഹ. ജീവിതത്തിലെ ചില സമയങ്ങളിൽ ഭഗവാൻ തൻ്റെ മായാലീലകൾ കാണിക്കാൻ വേണ്ടിയിട്ട് പല ഭാവത്തിൽ പല രൂപത്തിൽ അവതരിച്ചിട്ട് ഒടുവിൽ തന്നിലേക്ക് തന്നെ എല്ലാം സംഹരിക്കുന്ന, തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്നതായ ഭഗവാന്റെ അനേകം ലീലകൾ കാണിച്ചതായ ആ ഒരു ഭഗവാന്റെ പാദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭീഷ്മപിതാമഹനെ സ്തുതിച്ചു. ത്രിഭുവനഗമനം തമാലവർണ്ണം. ഈ 3 ലോകത്തിലുള്ളതായ സകല ആൾക്കാരും ഏതൊരു ഭഗവാന്റെ രൂപത്തെയാണോ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള അതിമനോഹരമായ ആ ഒരു ഭഗവാന്റെ രൂപം പാർത്ഥസഖാവായിട്ടുള്ളതായ വിജയസഖാവായിട്ടുള്ളതായ ആ അർജുനനെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നതായ വപുരളകുല ആവൃതാനനാബ്ജം രവികര ഗൗരവര അമ്പരം ദധാനെ വേണ്ടിയിട്ട് സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭീഷ്മ പിതാമഹൻ സ്തുതിച്ചു. യുദ്ധകളത്തിൽ അനേകം ആൾക്കാരുടെ അതൊന്നും തനിക്ക് ബാധകമല്ല എന്നുള്ള രൂപത്തിൽ അതിലൊക്കെ ഇരുന്നരളിയതായ ആ ഒരു ഭഗവാന്റെ രൂപത്തെ എനിക്ക് ഈ ചരമ സമയത്ത് അങ്ങനെയുള്ള ഒരു രൂപത്തെങ്കിലും തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് സ്തുതിച്ചു. സപതി സഖിവജോ നിശമ്യ മധ്യേ. അർജുന മഹാശയനെയും കൂട്ടിയിട്ട് യുദ്ധകളത്തിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അർജുനൻ പറഞ്ഞു, യുദ്ധമൊന്നും വേണ്ട ഭഗവാനെ, കാരണം എൻ്റെ മുട്ടിങ്ങനെ കിട്ടുകിട്ട വറക്കാണ്,
ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴക്കുന്നു. കാരണം യുദ്ധം വേണ്ട. എതിർപക്ഷത്തുള്ളതായ മഹാരഥന്മാരായ ഗുരുനാഥന്മാർ അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് യുദ്ധം വേണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഗുരുനാഥനായ ദ്രോണര്, ഭീഷ്മര്, അങ്ങനെ ഓരോ ആൾക്കാരെയും ഭഗവാൻ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതായ ഭാവത്തിൽ എങ്ങനെയാണ്? കുമതിരഹത ആത്മവിദ്യയായ വ്യവഹിത ഹൃദവതി പാർത്ഥസഖേ സ്ഥിതവതി പരസൈനികായുരക്ഷ. ഭഗവാൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് എതിർപക്ഷത്തുള്ളതായ ഓരോ ആൾക്കാരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ള ഭാവത്തിൽ അവരുടെ ആ ആയുസ്സിനെ ഇങ്ങനെ അപഹരിച്ചെടുക്കുകയാണ് ചെയ്തത്. ആയുസ് നഷ്ടപ്പെട്ടതായ ഒരുവന് ഈ വില്ലാളി വീരനായ അർജുനൻ്റെ ആവശ്യമില്ല. ഒരു തള്ളു കൊടുത്തു കഴിഞ്ഞാൽ മറിഞ്ഞു കൊള്ളും. അങ്ങനെ ആ അർജുനനെ പാണ്ഡവന്മാരെ രക്ഷിക്കുകയാണ് ഭഗവാനെ അങ്ങനെ ചെയ്തത്. അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ രൂപം എൻ്റെ ഈ ചരമ സമയത്ത് ഒന്ന് തെളിഞ്ഞു കാണാൻ വേണ്ടിയിട്ട് സാധിക്കണേ എന്ന് പറഞ്ഞ് സ്തുതിച്ചു. സ്വനിഗമമഹായ മൽപ്രതിജ്ഞ, യുദ്ധത്തിൽ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോദിച്ചു, മഹാഭാരത യുദ്ധത്തിൽ ഞാൻ ആയുധം എടുക്കില്ല. ആയുധം എടുക്കാത്തതായ കൃഷ്ണന് വേണം. അനേകം ആയുധങ്ങളെടുത്ത് അനേകം ആൾക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായ നാരായണ സൈന്യങ്ങളാണോ? ഓർമ്മിക്കാം നമ്മൾ അല്ലേ? നമ്മളോട് ഇപ്പോൾ കൃഷ്ണനെ വേണോ? ആയുധം എടുക്കാത്ത കൃഷ്ണനെ അല്ല, കൃഷ്ണനെ വേണമെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? കൃഷ്ണനെ പറ്റിയിട്ട് ആവശ്യമൊന്നുമില്ല. നമുക്കും ഇപ്പോൾ കൃഷ്ണനെയല്ല ആവശ്യം. കൃഷ്ണനിൽ നിന്നുള്ള ഓരോ സാധനങ്ങളാണ് പല രൂപത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നാരായണ സൈന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാണ്. നാരായണ സൈന്യത്തെ ആശ്രയിച്ചതായ ദുര്യോധനൻ എന്തായിട്ട് തോന്നുന്നു? എല്ലാം നഷ്ടപ്പെട്ട് യുദ്ധകളത്തിലെ തൊടയല് പോലും ഇതാ പൊളിഞ്ഞ് കുറുക്കനും നരിയും കൊത്തിവിളിക്കുന്നതായ രൂപത്തില് നശിച്ചു പോയി എന്നുണ്ടെങ്കിൽ, ഇതേപോലെ നാരായണ സൈന്യങ്ങളെ ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ ജീവിതത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തൊലഞ്ഞ് ദുര്യോധനന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. കൃഷ്ണനെ ആശ്രയിച്ചതായ അർജുനന്റെ അവസ്ഥ എന്താണ്? എല്ലാ മഹാഭാരത യുദ്ധത്തെ പോലും ജയിച്ചൊടുവില് എന്തായിട്ട് തോന്നുന്നു? വിജയ സഖാവായിട്ട് വില്ലാളി വീരനായിട്ട് തീർന്നു എന്നുണ്ടെങ്കിൽ നമ്മളും ആശ്രയിക്കുക ആരെ? ഭഗവാനെ, കൃഷ്ണനെ, ഈ കേശവപുരത്തപ്പനെ സർവാത്മന ആശ്രയിച്ചു കഴിഞ്ഞാൽ എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അർജുനനെ പോലെ ജീവിത വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ ആ ഭഗവാന്റെ പ്രതിജ്ഞ എന്താണ്? യുദ്ധത്തിൽ ഭീഷ്മപിതാമഹൻ ഒരു അസ്ത്രം അയച്ചപ്പോൾ എന്നുള്ളതായ ഭാവം കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ രഥത്തെ ഒന്ന് താഴ്ത്തിയിട്ട് അവിടുന്ന് ഭീഷ്മരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. ആ പുറപ്പെട്ട സമയത്ത് തൻ്റെ പ്രതിജ്ഞ ഇല്ലാതായിട്ട് തീർന്നാലും തൻ്റെ ഭക്തന്റെ വേണ്ടിയിട്ട് കൃഷ്ണ അങ്ങ് എന്താ ചെയ്തത്? തീർത്ഥട്ടിൽ നിന്ന് രഥചക്രവുമായിട്ട് ഒരു സിംഹത്തിൻ്റെ, ഒരു ആനയുടെ ആ മസ്തകത്തിലേക്ക് ഒരു സിംഹം എങ്ങനെയാണോ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചാടുന്നത്, ആ ഒരു ഭാവത്തില് അങ്ങ് തീർത്ഥട്ടിൽ നിന്ന് ആ രഥചക്രവുമായിട്ട് താഴേക്ക് പതിച്ചില്ല. ആ സമയത്ത് ഉത്തരീയം താഴേക്ക് പതിച്ചത് പോലും അങ്ങ് അറിഞ്ഞില്ല. അങ്ങനെയുള്ള ആ ഒരു ഭാവം എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും കാണുന്നു. ശരശൈലി വെച്ചിട്ട് ഭീഷ്മ പിതാമഹൻ ഭഗവാനെ സ്തുതിച്ചു. രൂപത്തെ എനിക്ക് തെളിഞ്ഞു കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം. അത് മാത്രമല്ല, ലളിത ഗതിവിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരു മാനാഹ. അനേകം ഗോപസ്ത്രീകൾ, ഗോപികമാര് ഭഗവാന്റെ ഓരോ രൂപത്തെ തൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാന്റെ ഓരോ രൂപത്തെ ഇങ്ങനെ വേഷം കെട്ടിയിട്ട് അവരൊക്കെ എന്തായിട്ട് തീർന്നു? ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ, ഭഗവാനെ ഞാനിപ്പോൾ കുറേ അങ്ങയുടെ ഭാവത്തെ വർണ്ണിച്ചല്ലോ, അതിലേതെങ്കിലും ഒരു ഭാവത്തെ ഇതാ എൻ്റെ ഈ അവസാന കാലത്ത് ശരീരം ഉപേക്ഷിക്കുന്നതായ ഈ ഒരു സന്ദർഭത്തിൽ ആ ഏതെങ്കിലും ഒരു ഭാവത്തെ എൻ്റെ ഹൃദയത്തിൽ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കണേ. രാജസൂയ മഹായാഗത്തിൽ വെച്ചിട്ട് ഏതൊരു ഭഗവാനെയാണോ പൂജിച്ച് പാണ്ഡവന്മാർ ആരാധിച്ചത്, ആ ഒരു ഭഗവാനെ ഇതാ എൻ്റെ ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കണേ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അനേകം കുടങ്ങളിലുള്ള അനേകം സൂര്യന്മാരെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ കുടങ്ങൾ ഉടച്ചു കഴിഞ്ഞാൽ ആ സൂര്യന്മാർ, കുടത്തിലുള്ളതായ സൂര്യന്മാർ പ്രപഞ്ചസാക്ഷിയായ സൂര്യനിലേക്ക് എങ്ങനെ ലയിക്കുന്നോ, അതേപോലെ പരമാത്മാവായ അങ്ങ് ഈ അനേകം ജീവജാലങ്ങളിൽ ഇതാ പരമാത്മാവായിട്ട് ജീവനായിട്ട് ശോഭിക്കുന്നു എന്ന് ഞാനിതാ ആ ഒരു പരമസത്യത്തെ ഞാനിതാ മനസ്സിലാക്കുന്നു. ഭീഷ്മപിതാമഹൻ മനസ്സിലാക്കി. ഇപ്പോഴാണ് നല്ല സമയം എന്തിന് മരിക്കാൻ. എന്താ ഇപ്പം നല്ല സമയം? ഉത്തരായണ കാലമാണ്. പിന്നെയോ
കൃഷ്ണ ഏവം ഭഗവതി മനോവാ ദൃഷ്ടിവൃത്തിഭി. തൻ്റെ മനസ്സ് മുഴുവൻ കൃഷ്ണപൂരിതമായിട്ടാണ്, കൃഷ്ണ ചിന്തകൾ കൊണ്ട് മഗ്നമായിട്ടുള്ളതായ മനസ്സ്. വാക്കുകൾ ഭഗവാനെ സ്തുതിച്ചിട്ട് അങ്ങനെ കൃഷ്ണപൂരിതമായിട്ട് തീർന്നിട്ടുള്ളത്. മനസ്സും വാക്കും പിന്നെ ദൃഷ്ടി, തൻ്റെ രണ്ട് കണ്ണുകളും ഭഗവാന്റെ സുന്ദരമായ മനോഹരമായ രൂപത്തിൽ അങ്ങനെ നോക്കിക്കൊണ്ടുള്ളതായ ആ ഒരു ഭാവം. മനസ്സും വാക്കും കണ്ണുകളും ഒക്കെ ഇതാ ശരീരം മുഴുവൻ കൃഷ്ണപൂരിതമായിട്ട് ഉള്ളതായ ഈ ഒരു സന്ദർഭത്തിലാണ് ഉത്തരായണ കാലത്ത് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ നല്ല സമയമാണെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ശരീരത്തെ, ആത്മാവിനെ ഭഗവാനിലേക്ക് എത്തിച്ചേർത്ത് ശരീരം ഉപേക്ഷിച്ച് ആ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു ഭീഷ്മ മുക്തി എന്ന് പറയും. ഒക്കെയാണ് നമ്മൾ വർണ്ണിച്ചത്. ഇനി ദ്വാരകാ പ്രവേശം തുടങ്ങിയതായ വരാഹാവതാരം പാരായണം ചെയ്യുന്നതാണ്. വരാഹാവതാര സമയത്ത് അപ്പം വഴിപാട് കഴിക്കേണ്ടവർക്ക് വഴിപാടുകൾ എഴുതിക്കാവുന്നതാണ്. ഇതിലേക്ക് പ്രധാനമാണ് ഭൂമിപരമായ ക്ഷേമങ്ങളുടെ ഏറ്റവും വളരെ പ്രധാനമാണ്. വരാഹാവതാരം പാരായണം ശ്രമിക്കുക. അപ്പം വഴിപാട് കഴിക്കുക, പുഷ്പാഞ്ജലി കഴിക്കുക, പറവയ്ക്കുക വളരെ പ്രധാനമാണ്. 5 മണിയോടുകൂടി വരാഹാവതാരം പാരായണം ചെയ്യുന്നു. 2 മണിക്ക് തന്നെ പാരായണം ആരംഭിക്കും. 3 മണി വരെ പാരായണം. കീർത്തനം പാടുമ്പോൾ അർച്ചന പ്രസാദം നിന്ന് മേടിക്കാവുന്നതാണ്. സമയം കളയാതെ അർച്ചന കഴിച്ചവർ ആ സൈഡിൽ വന്ന് പ്രസാദം. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ, രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. മധുരം മധുരം ഹരിനാമം മാം അലയായി അലയായി ഉയരുമ്പോൾ രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ. ഓംനാനുഗ്രഹദിനമെന്നോ അന്നാളെന്നു വരും, അന്നാളെന്നു വരും. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. ലൗകിക സുഖ സദലോഭങ്ങൾ ആകെയകന്നെൻ ഹൃദയാന്തം, പാവനമാകെ ഹരിനാമത്ത ഭാവസ്പന്ദനമേൽക്കുമ്പോൾ. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. പൊട്ടിയിടും ദിനമെന്നോ അന്നാളെന്നു വരും, അന്നാളെന്നു വരും. രാമ ഹരേ ജയ ഗോവിന്ദ ഗോവിന്ദ, രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ രാമ കൃഷ്ണ ഗോവിന്ദ, രാമ കൃഷ്ണ ഗോവിന്ദ, രാമ കൃഷ്ണ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ചരണയുഗം പവനപുരേശായ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കർ ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കർ
ശരണം ശരണയുജം രാധാരമണ മുകുന്ദമുരാരി ശരണം മേ തവ ചരണയുജം പവനപുരേശാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുജം പാർവതീപതേ ഭഗവാനദേവ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവിടെ പോയാ അവിടെ പോയാ ചെയ്യരുത്. ശരിയാ വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വന്ദന ശ്ലോകം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർവാസ്യമാനം അസ്പഷ്ടം പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്വാദിസാക്ഷാൽ ഗുരുഭവനപുരേ ഭാഗ്യം ജനാനാം പ്രാണാം സന്നിധസേ സരളമപി പുരസ്തൈരനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച യത്രം നിശേഷണഭ്യോ നിരവധി കമല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാളി
ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിപ്രജോയം നാരായണ ഹരേ നാരായണ തന്നോ ഭഗവാൻ നാരായണ സമിതം ചെല്ലാൻ നാരായണ പൂജ ചെയ്യാൻ നാരായണ ഹൃദേ ഹൃദേ വിമാനി വനിതാകുല സങ്കുലോ യാഗതന്തയോ ജലവേദസ്വരം അസ്തവനായതാം ആസേന്ദ്രവിദ്യേതാം ഉദോയതപസ്വതി സ്വസ്വപ്രം പുനഃ തത്രോ മൃതാണിന്യപ്രതീതാം വിവക്ഷതത്വഭിന്നാം സ്മരണോഭീരകാം പ്രാന്തമാതത്വനാമൃതം അർത്ഥോരുദത്തസ്തുതാകർമ്മനിരക്ഷയാം ഓത്മനമിന്ദ്രത്തമദാനമയസ്ത്രം നിവിന്ദിനിമതപ്പാദോരുദാദേവി കാമിലാം യഥായജ്ഞസംഗമ്യക്കരഭോക്ഷലേറി തദ്ദശ്മോയ പ്രധാനന്ദാമൃതധ്നം തത്വാഹി കാമാനം പ്രിയം പുതുവയം സർക്ഷോണദാതുരനിർവന്ധദേവനം തദാത്മായ രോമിത്രമസ്തദ്വയസ്ത്രേ ആദിസർ തപ്തമാസിരതമേവോ മധ്യധാരണം ഓം യദ്ഭോരോർവന്ധം ദേവ്യാവൃതമയം അജാതവിത്താവിഷ്ടവല്ലുപരാവൃതം തദപ്പരം സ്വസ്മതാവിശേഷം അനാദരം നിത്യം മർമ്മസപ്പരം നമോനീഭവദ്രൂപേഭയാദിവർണ്യതേ ഉഭയവദവൽഭന്യമായാഭയവച്ഛത സവാക്യമാചപദയാം ഭഗവാൻ സവാക്യമാചപദയ ആപ്യമാചപദയാം വാൻ ബ്രഹ്മരോധകൾ ആരോക്രിയാദത്തേതകർമാകർമ്മതത്പരം പ്രജാപതിർമണം ദേവാൻ പുത്ര